ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ശ്രുതി. നമ്മൾ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും അത് ഇഷ്ടപ്പെട്ടാണ് പഠിക്കുന്നതെങ്കിൽ നമുക്കതിൽ കൂടുതൽ സമയം ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പഠിക്കുന്ന കാര്യം മറക്കാതെ ഓർത്ത് വെക്കാനും പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു സ്റ്റോറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സ്റ്റോറി സീരീസിൽ സ്റ്റോറീസ് ഇടുന്ന സമയത്ത് ഒരുപാട് പേര് ഇഷ്ടമായി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാറുണ്ട്. അതിൽ തന്നെ ചിലർ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് ഇംഗ്ലീഷിലുള്ളൊരു സ്റ്റോറി മലയാളത്തിൽ പറയുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ പലരും പറഞ്ഞൊരു കാര്യമാണ് മലയാളത്തിലുള്ളൊരു സ്റ്റോറി ഇംഗ്ലീഷിലേക്ക് എങ്ങനെയാക്കാമെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതുപോലെയാണ് ചെയ്യാൻ പോകുന്നത്. മലയാളത്തിലുള്ളൊരു സ്റ്റോറി നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്നുള്ളതാണ് നോക്കുന്നത്. കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് അവിടെ നമ്മൾ പഠിക്കുന്ന ഓരോ പുതിയ വാക്കും നമുക്ക് ഓർത്ത് വയ്ക്കാനും എളുപ്പമാണ്. കാരണം നമ്മൾ ഈ കഥയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഓരോ വാക്കുകളും പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഓർത്ത് വെക്കാനും എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ മലയാളത്തിലൊരു സെൻറ്റൻസ് പറയുന്ന രീതിയിലല്ല നമ്മൾ ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് പറയുന്നത്. സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനും കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കുന്നത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഈ രീതിയാണോ നിങ്ങൾക്ക് ഇഷ്ടമായത്, അതോ മുമ്പ് നമ്മൾ പറയാറുള്ള ഇംഗ്ലീഷിലുള്ള സ്റ്റോറി പറഞ്ഞിട്ട് മലയാളം പറയുന്ന രീതിയാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു ചെറിയ ഗ്രാമത്തിൽ കുഞ്ഞുമോൻ എന്നൊരു ആൺകുട്ടി താമസിച്ചിരുന്നു. ഒരു ചെറിയ ഗ്രാമത്തിൽ, ഗ്രാമം എന്ന് പറയാനായിട്ട് നമ്മൾ വില്ലേജ് എന്നാണ് പറയുന്നത്. ചെറിയ, സ്മോൾ, ഇൻ എ സ്മോൾ വില്ലേജ്. ഒരു ചെറിയ ഗ്രാമത്തിൽ. ഒരു ചെറിയ ടൗണിൽ എന്ന് പറയാനാണെങ്കിലോ ഇൻ എ സ്മോൾ ടൗൺ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ് പറയുന്നത്. ഇൻ എ സ്മോൾ വില്ലേജ്, ഒരു ചെറിയ ഗ്രാമത്തിൽ. അവിടെ ആ ഗ്രാമത്തിൽ കുഞ്ഞുമോൻ എന്നൊരു ആൺകുട്ടി ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ താമസിച്ചിരുന്നു. ജീവിക്കുക അല്ലെങ്കിൽ താമസിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമുക്ക് ലിവ് യൂസ് ചെയ്യാം. ദേർ ലിവ്ഡ് എ ബോയ് നെയ്മഡ് കുഞ്ഞുമോൻ. ദേർ, അവിടെ. ലിവ് നമ്മൾ പറഞ്ഞു താമസിക്കുക അല്ലെങ്കിൽ ജീവിക്കുക. ആരാ ജീവിച്ചിരുന്നത്? എ ബോയ് നെയ്മഡ് കുഞ്ഞുമോൻ. കുഞ്ഞുമോൻ എന്ന പേരുള്ള ഒരു ആൺകുട്ടി. ഇൻ എ സ്മോൾ വില്ലേജ് ദേർ ലിവ്ഡ് എ ബോയ് നെയ്മഡ് കുഞ്ഞുമോൻ. ഒരു ചെറിയ ഗ്രാമത്തിൽ കുഞ്ഞുമോൻ എന്നൊരു ആൺകുട്ടി ജീവിച്ചിരുന്നു അല്ലെങ്കിൽ താമസിച്ചിരുന്നു. അവൻ വളരെ ജിജ്ഞാസയുള്ള ഒരു കുട്ടിയായിരുന്നു. ജിജ്ഞാസയുള്ള അല്ലെങ്കിൽ കൗതുകമുള്ള എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ക്യൂരിയസ്. ഹി വാസ് എ വെരി ക്യൂരിയസ് ചൈൽഡ്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ കുട്ടി. ഹി വാസ് എ വെരി ക്യൂരിയസ് ചൈൽഡ്. അവൻ വളരെ കൗതുകമുള്ള അല്ലെങ്കിൽ ജിജ്ഞാസയുള്ള ഒരു കുട്ടിയായിരുന്നു. നമ്മളൊരു സ്റ്റോറിയാണ് പറയുന്നത്. കഴിഞ്ഞ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ വാസ് യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതല്ല, അവൻ വളരെ ജിജ്ഞാസയുള്ളൊരു കുട്ടിയാണ്, അങ്ങനെയാണ് നമുക്ക് പറയേണ്ടതെങ്കിലോ ഹീ ഈസ് എ വെരി ക്യൂരിയസ് ചൈൽഡ്. അവൻ വളരെ ബുദ്ധിമാനായ കുട്ടിയായിരുന്നു. ഇതെങ്ങനെ പറയാം? ഹി വാസ് എ വെരി ബ്രില്യൻറ്റ് ചൈൽഡ്. അവൻ വളരെ നാണം കുണുങ്ങിയായ കുട്ടിയായിരുന്നു. ഹി വാസ് എ വെരി ഷൈ ചൈൽഡ്. അവൻ വളരെ അസൂയയുള്ള കുട്ടിയായിരുന്നു. ഹി വാസ് എ വെരി ജലസ് ചൈൽഡ്. അവൻ വളരെ ദയയുള്ള കുട്ടിയായിരുന്നു. ഹി വാസ് എ വെരി കൈൻഡ് ചൈൽഡ്. ഇവിടെ കുഞ്ഞുമോൻ വളരെ ജിജ്ഞാസയുള്ള ഒരു കുട്ടിയായിരുന്നു. ഹി വാസ് എ വെരി ക്യൂരിയസ് ചൈൽഡ്. ഒരു ദിവസം ഗ്രാമത്തിൻ്റെ അരികിലുള്ള കാട്ടിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനൊരു വിചിത്ര വൃക്ഷം കണ്ടെത്തി. ഒരു ദിവസം, വൺ ഡേ, ഗ്രാമത്തിൻ്റെ അരികിലുള്ള കാട്ടിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ, വൈൽ പ്ലേയിങ് ഇൻ ദ ഫോറസ്റ്റ് അറ്റ് ദി എഡ്ജ് ഓഫ് ദ വില്ലേജ്. വൈൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ അല്ലെങ്കിൽ അതേ സമയം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്ലേ, കളിക്കുക. ഫോറസ്റ്റ്, കാട്. വൈൽ പ്ലേയിങ് ഇൻ ദ ഫോറസ്റ്റ്, കാട്ടിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ. ഈ കാട് എവിടെയായിരുന്നു? ഫോറസ്റ്റ് അറ്റ് ദി എഡ്ജ് ഓഫ് ദ വില്ലേജ്. എഡ്ജ് എന്ന് പറഞ്ഞാൽ അറ്റം അല്ലെങ്കിൽ അരിക് എന്നൊക്കെയാണ് അർത്ഥം. വില്ലേജ്, ഗ്രാമം. ഫോറസ്റ്റ് അറ്റ് ദി എഡ്ജ് ഓഫ് ദ വില്ലേജ്, ഗ്രാമത്തിൻ്റെ അരികിലുള്ള കാട്ടിൽ. വൈൽ പ്ലേയിങ് ഇൻ ദ ഫോറസ്റ്റ് അറ്റ് ദി എഡ്ജ് ഓഫ് ദ വില്ലേജ്, ഗ്രാമത്തിൻ്റെ അരികിലുള്ള കാട്ടിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ. ഹി ഡിസ്കവേർഡ്. ഡിസ്കവർ എന്ന് വെച്ചാൽ കണ്ടെത്തുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഹി ഡിസ്കവേർഡ്, അവൻ കണ്ടെത്തി. എന്താ കണ്ടെത്തിയത്? എ സ്ട്രേഞ്ച് ട്രീ. സ്ട്രേഞ്ച്, വിചിത്രമായ അല്ലെങ്കിൽ അസാധാരണമായ. ട്രീ, മരം അല്ലെങ്കിൽ വൃക്ഷം. എ സ്ട്രേഞ്ച് ട്രീ, ഒരു വിചിത്ര വൃക്ഷം. ഒരു ദിവസം ഗ്രാമത്തിൻ്റെ അരികിലുള്ള കാട്ടിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനൊരു വിചിത്ര വൃക്ഷം കണ്ടെത്തി. വൺ ഡേ വൈൽ പ്ലേയിങ് ഇൻ ദ ഫോറസ്റ്റ് അറ്റ് ദി എഡ്ജ് ഓഫ് ദ വില്ലേജ് ഹി ഡിസ്കവേർഡ് എ സ്ട്രേഞ്ച് ട്രീ. അതിൻ്റെ ഇലകൾ സ്വർണം പോലെ തിളങ്ങി. അതിൻ്റെ പഴങ്ങൾ വിലയേറിയ രത്നങ്ങൾ പോലെ തിളങ്ങി. അതിൻ്റെ ഇലകൾ, ലീവ്സ്, ഇറ്റ്സ് ലീവ്സ്, അതിൻ്റെ ഇലകൾ. തിളങ്ങുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഷൈൻ.
അതിൻ്റെ പാസ്റ്റാണ് ഷോൺ, തിളങ്ങി. ഇറ്റ്സ് ലീവ്സ് ഷോൺ ലൈക്ക് ഗോൾഡ്. അതിൻ്റെ ഇലകൾ സ്വർണം പോലെ തിളങ്ങി. അതിൻ്റെ പഴങ്ങൾ ഇറ്റ്സ് ഫ്രൂട്ട്സ്. തിളങ്ങുക എന്നുള്ളതിന് നമുക്ക് സ്പാർക്കിൾ എന്നും പറയാം. ഇറ്റ്സ് ഫ്രൂട്ട്സ് സ്പാർക്കിൾഡ്. അതിൻ്റെ പഴങ്ങൾ തിളങ്ങി. എങ്ങനെയാണ് തിളങ്ങിയത്? ലൈക്ക് പ്രഷ്യസ് ജെംസ്. പ്രഷ്യസ് എന്ന് വെച്ചാൽ വിലയേറിയ അല്ലെങ്കിൽ അമൂല്യമായ. ജെംസ് എന്ന് വെച്ചാൽ രത്നങ്ങൾ. ലൈക്ക് പ്രഷ്യസ് ജെംസ്, വിലയേറിയ രത്നങ്ങൾ പോലെ അല്ലെങ്കിൽ അമൂല്യമായ രത്നങ്ങൾ പോലെ. അതിൻ്റെ ഇലകൾ സ്വർണം പോലെ തിളങ്ങി. ഇറ്റ്സ് ലീവ്സ് ഷോൺ ലൈക്ക് ഗോൾഡ്. അതിൻ്റെ പഴങ്ങൾ വിലയേറിയ രത്നങ്ങൾ പോലെ തിളങ്ങി. ആൻഡ് ഇറ്റ്സ് ഫ്രൂട്ട്സ് സ്പാർക്കിൾ ലൈക്ക് പ്രഷ്യസ് ജെംസ്. ഇറ്റ്സ് ലീവ്സ് ഷോൺ ലൈക്ക് ഗോൾഡ് ആൻഡ് ഇറ്റ്സ് ഫ്രൂട്ട്സ് സ്പാർക്കിൾ ലൈക്ക് പ്രഷ്യസ് ജെംസ്. അതിൻ്റെ ഇലകൾ സ്വർണം പോലെ തിളങ്ങി. അതിൻ്റെ പഴങ്ങൾ വിലയേറിയ രത്നങ്ങൾ പോലെ തിളങ്ങി. അത്ഭുതപ്പെട്ട കുഞ്ഞുമോൻ മരത്തിൻ്റെ അടുത്തേക്ക് പോയി. അത്ഭുതപ്പെട്ട അല്ലെങ്കിൽ അമ്പരന്ന ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നമുക്ക് അമേസ്ഡ് ഇങ്ങനെ പറയാം. അമേസ്ഡ് കുഞ്ഞുമോൻ വെൻറ്റ് ക്ലോസർ ടു ദ ട്രീ. വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോയി എന്നാണ് അർത്ഥം. നമുക്ക് എല്ലാവർക്കും അറിയാം ഗോയുടെ പാസ്റ്റാണ് വെൻറ്റ്. ഗോ പോവുക, വെൻറ്റ് പോയി. ക്ലോസർ അടുത്ത്. ക്ലോസർ ടു ദ ട്രീ മരത്തിന് അടുത്ത്. അമേസ്ഡ് കുഞ്ഞുമോൻ വെൻറ്റ് ക്ലോസർ ടു ദ ട്രീ. അത്ഭുതപ്പെട്ട കുഞ്ഞുമോൻ മരത്തിൻ്റെ അടുത്തേക്ക് പോയി. പെട്ടെന്ന് അതിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. കുഞ്ഞുമോൻ, നീ ഒരു ദയയുള്ള ആൺകുട്ടിയാണ്. പെട്ടെന്ന് നമുക്ക് പല രീതിയിലും പറയാം അല്ലേ? സഡൻലി, ഇൻസ്റ്റൻ്റ്ലി, റാപ്പിഡ്ലി. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സഡൻലി, പെട്ടെന്ന് അല്ലെങ്കിൽ ഉടനെ. സഡൻലി എ വോയിസ് കെയിം ഫ്രം ഇറ്റ്. വോയിസ് ശബ്ദം. കമ്മിൻ്റെ പാസ്റ്റാണ് കെയിം. കം വരിക, കെയിം വന്നു. എ വോയിസ് കെയിം ഫ്രം ഇറ്റ്. അതിൽ നിന്ന് ഒരു ശബ്ദം വന്നു അല്ലെങ്കിൽ ഒരു ശബ്ദമുയർന്നു. സഡൻലി എ വോയിസ് കെയിം ഫ്രം ഇറ്റ്. പെട്ടെന്ന് അതിൽ നിന്ന് ഒരു ശബ്ദമുയർന്നു. അതെന്തായിരുന്നു? കുഞ്ഞുമോൻ, നീ ഒരു ദയയുള്ള ആൺകുട്ടിയാണ്. ഇതെങ്ങനെ പറയാം? കുഞ്ഞുമോൻ, യു ആർ എ കൈൻഡ് ഹാർട്ടഡ് ബോയ്. കൈൻഡ് ഹാർട്ടഡ് എന്ന് വെച്ചാൽ ദയയുള്ള, ദയാലുവായ, ദയയുള്ള മനസ്സുള്ള, ഇതൊക്കെയാണ് അർത്ഥം. അപ്പോൾ ആ മരത്തിൽ നിന്ന് വന്ന ശബ്ദം എന്തായിരുന്നു? കുഞ്ഞുമോൻ, യു ആർ എ കൈൻഡ് ഹാർട്ടഡ് ബോയ്. കുഞ്ഞുമോൻ, നീ ഒരു ദയയുള്ള ആൺകുട്ടിയാണ്. സഡൻലി എ വോയിസ് കെയിം ഫ്രം ഇറ്റ്. കുഞ്ഞുമോൻ, യു ആർ എ കൈൻഡ് ഹാർട്ടഡ് ബോയ്. അതിൻ്റെ കൂടെ തന്നെ മരം പറയുകയാണ്, നീ എന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കും. വിശ്വാസം എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ബിലീഫ്, ട്രസ്റ്റ് ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലേ? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രസ്റ്റ്. ഇഫ് യു ട്രസ്റ്റ് മീ. ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ. ഇഫ് യു ട്രസ്റ്റ് മീ, നീ എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നീ എന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കും. ഇതെങ്ങനെ പറയാം? ഐ വിൽ ഹെൽപ്പ് യു. ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ നിന്നെ സഹായിക്കും. നീ എന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കും. ഇഫ് യു ട്രസ്റ്റ് മീ, ഐ വിൽ ഹെൽപ്പ് യു. കുഞ്ഞുമോൻ ഭയപ്പെടാതെ പറഞ്ഞു, എനിക്കെൻ്റെ ഗ്രാമത്തിൽ എല്ലാവർക്കും സന്തോഷം വേണം. ആരും വിശന്നിരിക്കരുത്. പേടി അല്ലെങ്കിൽ ഭയം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമുക്ക് ഫിയർ യൂസ് ചെയ്യാം. അപ്പോൾ പേടിയില്ലാതെ എന്ന് പറയണമെങ്കിലോ? വിത്ത് നോ ഫിയർ അല്ലെങ്കിൽ വിത്തൗട്ട് ഫിയർ. ഇവിടെ നമുക്ക് വിത്തൗട്ട് ഫിയർ എന്ന് പറയാം. പേടിയില്ലാതെ അല്ലെങ്കിൽ ഭയമില്ലാതെ. കുഞ്ഞുമോൻ ഭയപ്പെടാതെ പറഞ്ഞു. കുഞ്ഞുമോൻ പറഞ്ഞു. ഇതെങ്ങനെ നമുക്ക് പറയാം? കുഞ്ഞുമോൻ സെഡ്. സെഡ് എന്ന് വെച്ചാൽ പറഞ്ഞു. പക്ഷേ ഇവിടെ ഒരു മറുപടിയാണ് പറയുന്നത്. അപ്പോൾ മറുപടി പറഞ്ഞു എന്ന് പറയാനായിട്ട് റിപ്ലൈഡ്. കുഞ്ഞുമോൻ റിപ്ലൈഡ്. കുഞ്ഞുമോൻ മറുപടി പറഞ്ഞു. വിത്തൗട്ട് ഫിയർ കുഞ്ഞുമോൻ റിപ്ലൈഡ്. ഭയപ്പെടാതെ കുഞ്ഞുമോൻ പറഞ്ഞു അല്ലെങ്കിൽ മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞത്? എനിക്കെൻ്റെ ഗ്രാമത്തിൽ എല്ലാവർക്കും സന്തോഷം വേണം. ഐ വോണ്ട് ഹാപ്പിനെസ് ഫോർ എവ്രി വൺ ഇൻ മൈ വില്ലേജ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ സന്തോഷം, ആഹ്ലാദം ഇതൊക്കെയാണ് അർത്ഥം. എവ്രി വൺ എല്ലാവരും. ഐ വോണ്ട് ഹാപ്പിനെസ് ഫോർ എവ്രി വൺ. എനിക്ക് എല്ലാവർക്കും സന്തോഷം വേണം. ഇൻ മൈ വില്ലേജ് എൻ്റെ ഗ്രാമത്തിലെ. ഐ വോണ്ട് ഹാപ്പിനെസ് ഫോർ എവ്രി വൺ ഇൻ മൈ വില്ലേജ്. എനിക്കെൻ്റെ ഗ്രാമത്തിൽ എല്ലാവർക്കും സന്തോഷം വേണം. അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്, ആരും വിശന്നിരിക്കരുത്. നോ വൺ ഷുഡ് റിമെയിൻ ഹംഗ്രി. റിമെയിൻ എന്ന് പറഞ്ഞാൽ നിലകൊള്ളുക, സ്ഥിതി ചെയ്യുക, ശേഷിക്കുക ഇതൊക്കെയാണ് അർത്ഥം. റിമെയിൻ ഹംഗ്രി എന്ന് വെച്ചാൽ പട്ടിണി കിടക്കുക. നോ വൺ ഷുഡ് റിമെയിൻ ഹംഗ്രി. ആരും പട്ടിണി കിടക്കരുത് അല്ലെങ്കിൽ ആരും വിശന്നിരിക്കരുത്. കുഞ്ഞുമോൻ ഭയപ്പെടാതെ പറഞ്ഞു.
എനിക്കെൻ്റെ ഗ്രാമത്തിൽ എല്ലാവർക്കും സന്തോഷം വേണം. ആരും വിശന്നിരിക്കരുത്. വിതൗട്ട് ഫിയർ കുഞ്ഞുമോൻ റിപ്ലൈഡ്, ഐ വോണ്ട് ഹാപ്പിനെസ് ഫോർ എവ്രി വൺ ഇൻ മൈ വില്ലേജ്. നോ വൺ ഷുഡ് റിമെയിൻ ഹംഗ്രി. മരം സന്തോഷത്തോടെ ചിരിച്ചു. ദ ട്രീ ലാഫ്ഡ് ജോയ്ഫുള്ളി. ലാഫ് എന്ന് പറഞ്ഞാൽ ചിരിക്കുക, ജോയ്ഫുള്ളി സന്തോഷത്തോടെ. ദ ട്രീ ലാഫ്ഡ്. ട്രീ അല്ലെങ്കിൽ മരം ചിരിച്ചു. എങ്ങനെയാണ് ചിരിച്ചത്? ജോയ്ഫുള്ളി, സന്തോഷത്തോടെ. ഇനി ഇതിനു പകരം ദുഃഖത്തോടെ കരഞ്ഞു. ഇങ്ങനെയാണ് പറയേണ്ടതെങ്കിലോ? വെപ്റ്റ് സോറോഫുള്ളി. വീപ്പ് എന്ന് പറഞ്ഞാൽ കരയുക. ക്രൈ എന്നും നമ്മൾ പറയാറുണ്ട് കരയുക എന്നുള്ളതിന്. ഇതിൻ്റെ പാസ്റ്റാണ് വെപ്റ്റ്, കരഞ്ഞു. വീപ്പിൻ്റെ പാസ്റ്റാണ് വെപ്റ്റ്, കരഞ്ഞു. എങ്ങനെയാണ് കരഞ്ഞത്? ദുഃഖത്തോടെ, സോറോഫുള്ളി. സോറോഫുള്ളി എന്ന് വെച്ചാൽ ദുഃഖത്തോടെ. വെപ്റ്റ് സോറോഫുള്ളി, ദുഃഖത്തോടെ കരഞ്ഞു. മരം ദുഃഖത്തോടെ കരഞ്ഞു എന്ന് പറയണമെങ്കിൽ ദ ട്രീ വെപ്റ്റ് സോറോഫുള്ളി. ഇവിടെ മരം സന്തോഷത്തോടെ ചിരിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ദ ട്രീ ലാഫ്ഡ് ജോയ്ഫുള്ളി. മരം സന്തോഷത്തോടെ ചിരിച്ചു. ഉടൻ തന്നെ അതിൻ്റെ ശാഖകളിൽ നിന്ന് ധാരാളം പഴങ്ങൾ വീണു. ഉടൻ അല്ലെങ്കിൽ പെട്ടെന്ന് എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ നേരത്തെ കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സഡൻലി, ഇൻസ്റ്റൻ്റ്ലി. ഇതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇമ്മീഡിയറ്റ്ലി, ഷോർട്ട്ലി, ക്വിക്ക്ലി, ഇതൊക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഇമ്മീഡിയറ്റ്ലി യൂസ് ചെയ്യുകയാണ്. ഇമ്മീഡിയറ്റ്ലി മെനി ഫ്രൂട്ട്സ് ഫെൽ ഫ്രം ഇറ്റ്സ് ബ്രാഞ്ചസ്. ഇമ്മീഡിയറ്റ്ലി ഉടനെ അല്ലെങ്കിൽ പെട്ടെന്ന്. മെനി ഫ്രൂട്ട്സ് ധാരാളം ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ധാരാളം പഴങ്ങൾ. ഫെൽ എന്ന് പറഞ്ഞാൽ വീണു. ഫോളിൻ്റെ പാസ്റ്റാണ് ഫോൾ, വീഴുക. ഫെൽ വീണു. എവിടുന്നാണ് വീണത്? ഫ്രം ഇറ്റ്സ് ബ്രാഞ്ചസ്. ബ്രാഞ്ചസ് എന്ന് വെച്ചാൽ ശാഖകൾ അല്ലെങ്കിൽ ചില്ലകൾ. ഫ്രം ഇറ്റ്സ് ബ്രാഞ്ചസ് അതിൻ്റെ ചില്ലകളിൽ നിന്ന് അല്ലെങ്കിൽ ശാഖകളിൽ നിന്ന്. ഉടൻ തന്നെ അതിൻ്റെ ശാഖകളിൽ നിന്ന് ധാരാളം പഴങ്ങൾ വീണു. ഇമ്മീഡിയറ്റ്ലി മെനി ഫ്രൂട്ട്സ് ഫെൽ ഫ്രം ഇറ്റ്സ് ബ്രാഞ്ചസ്. കുഞ്ഞുമോൻ അവ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. കുഞ്ഞുമോൻ ക്യാരിഡ് ദം ടു ദ വില്ലേജ്. ക്യാരി എന്ന് പറഞ്ഞാൽ വഹിക്കുക, കടത്തുക, ചുമക്കുക, എടുത്തുകൊണ്ടു പോകുക. ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാം. നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എടുത്തുകൊണ്ടു പോകുക എന്നുള്ള അർത്ഥത്തിലാണ്. കുഞ്ഞുമോൻ ക്യാരിഡ്, കുഞ്ഞുമോൻ എടുത്തുകൊണ്ടുപോയി. കുഞ്ഞുമോൻ ക്യാരിഡ് ദം, കുഞ്ഞുമോൻ അവ എടുത്തുകൊണ്ടുപോയി. എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ടു ദ വില്ലേജ്, ഗ്രാമത്തിലേക്ക്. കുഞ്ഞുമോൻ ക്യാരിഡ് ദം ടു ദ വില്ലേജ്. കുഞ്ഞുമോൻ അവ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോയി. കുഞ്ഞുമോൻ ക്യാരിഡ് ദം ടു ദ വില്ലേജ്. ഗ്രാമത്തിലെ എല്ലാവരും ആ പഴങ്ങൾ കഴിച്ചു. വിശപ്പ് മാറി. എല്ലാവരും ആ പഴങ്ങൾ കഴിച്ചു. ഇതെങ്ങനെ പറയാം? എവ്രി വൺ ഏറ്റ് ദ ഫ്രൂട്ട്സ്. എവ്രി വൺ എല്ലാവരും. ഈറ്റ് എന്ന് പറഞ്ഞാൽ കഴിക്കുക. അതിൻ്റെ പാസ്റ്റാണ് ഏറ്റ്, കഴിച്ചു. എവ്രി വൺ ഏറ്റ് ദ ഫ്രൂട്ട്സ്. എല്ലാവരും പഴങ്ങൾ കഴിച്ചു. ഈറ്റിന് പകരം നമുക്ക് വേണമെങ്കിൽ ഹാവും യൂസ് ചെയ്യാം, കഴിക്കുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? എവ്രി വൺ ഹാഡ് ദ ഫ്രൂട്ട്സ്. എല്ലാവരും പഴങ്ങൾ കഴിച്ചു. ഹാവ് കഴിക്കുക, ഹാഡ് കഴിച്ചു. അങ്ങനെ പഴങ്ങൾ കഴിച്ചപ്പോൾ അവരുടെ വിശപ്പ് മാറി. ആൻഡ് ദെയർ ഹങ്കർ ഡിസപ്പിയർഡ്. ഹങ്കർ വിശപ്പ്. ഡിസപ്പിയർ എന്ന് വെച്ചാൽ കാണാതാവുക, അപ്രത്യക്ഷമാവുക, ഇല്ലാതാവുക, ഇതൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഹങ്കർ ഡിസപ്പിയർഡ് എന്ന് വെച്ചാൽ വിശപ്പ് ഇല്ലാതായി, അതായത് വിശപ്പ് മാറി. ദ ഹങ്കർ ഡിസപ്പിയർഡ്, അവരുടെ വിശപ്പ് മാറി. എവ്രി വൺ ഏറ്റ് ദ ഫ്രൂട്ട്സ് ആൻഡ് ദ ഹങ്കർ ഡിസപ്പിയർഡ്. എല്ലാവരും ആ പഴങ്ങൾ കഴിച്ചു, വിശപ്പ് മാറി. ആ ദിവസത്തിന് ശേഷം കുഞ്ഞുമോൻ ഗ്രാമത്തിലെ എല്ലാവരുടെയും പ്രിയങ്കരനായി. ആ ദിവസം എന്ന് പറയണമെങ്കിൽ ദാറ്റ് ഡേ, ആ ദിവസത്തിന് ശേഷം. ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ്. ഓൺവേർഡ് എന്ന് വെച്ചാൽ മുന്നോട്ട്, നേരെ മുന്നോട്ട്, ഭാവിയിലേക്ക്, ഈ അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഫ്രം ഓൺവേർഡ്സ് എന്ന് വെച്ചാൽ തുടങ്ങി അങ്ങോട്ട്. ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ് എന്ന് വെച്ചാൽ ആ ദിവസം മുതൽ, ആ ദിവസത്തിന് ശേഷം, അല്ലെങ്കിൽ ആ ദിവസം തുടങ്ങി അങ്ങോട്ട്. ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ് കുഞ്ഞുമോൻ ഗ്രാമത്തിലെ എല്ലാവരുടെയും പ്രിയങ്കരനായി. കുഞ്ഞുമോൻ ബിക്കെയിം ലവ്ഡ് ബൈ എവ്രി വൺ ഇൻ ദ വില്ലേജ്. ബിക്കം എന്ന് പറഞ്ഞാൽ ആവുക എന്നാണ് അർത്ഥം. ഇതിൻ്റെ പാസ്റ്റാണ് ബിക്കെയിം, ആയി. കുഞ്ഞുമോൻ ബിക്കെയിം, കുഞ്ഞുമോൻ ആയി. ലവ്ഡ് ബൈ എവ്രി വൺ, എല്ലാവർക്കും പ്രിയപ്പെട്ടത്. ലവ്ഡ് ബൈ എവ്രി വൺ ഇൻ ദ വില്ലേജ്, ഗ്രാമത്തിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടത്. ബിക്കെയിം ലവ്ഡ് ബൈ എവ്രി വൺ ഇൻ ദ വില്ലേജ്,
ഗ്രാമത്തിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി. കുഞ്ഞുമോൻ became loved by everyone in the village. കുഞ്ഞുമോൻ ഗ്രാമത്തിലെ എല്ലാവരുടെയും പ്രിയങ്കരനായി. From that day onwards, കുഞ്ഞുമോൻ became loved by everyone in the village. ആ ദിവസം മുതൽ കുഞ്ഞുമോൻ ഗ്രാമത്തിലെ എല്ലാവരുടെയും പ്രിയങ്കരനായി. മായാമരം അല്ലെങ്കിൽ മാന്ത്രിക മരം അവനെ എപ്പോഴും സഹായിച്ചു. കാരണം കുഞ്ഞുമോൻ തൻ്റെ സന്തോഷം മാത്രം നോക്കാതെ എല്ലാവരുടെയും സന്തോഷം ആഗ്രഹിച്ചു. മാന്ത്രിക മരം അവനെ എപ്പോഴും സഹായിച്ചു. ഇതെങ്ങനെ പറയാം? മായാമരം അല്ലെങ്കിൽ മാന്ത്രിക മരം, മാജിക്കൽ ട്രീ. മാജിക്കൽ എന്ന് വെച്ചാൽ മാന്ത്രികമായ. ദ മാജിക്കൽ ട്രീ ഓൾവേസ് ഹെൽപ്ഡ് ഹിം. ഓൾവേസ് എപ്പോഴും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും. ദ മാജിക്കൽ ട്രീ ഓൾവേസ് ഹെൽപ്ഡ് ഹിം. മാജിക്കൽ ട്രീ അല്ലെങ്കിൽ മാന്ത്രിക മരം അവനെ എപ്പോഴും ഹെൽപ്പ് ചെയ്തു അല്ലെങ്കിൽ എപ്പോഴും സഹായിച്ചു. കാരണം കുഞ്ഞുമോൻ തൻ്റെ സന്തോഷം മാത്രം നോക്കാതെ എല്ലാവരുടെയും സന്തോഷം ആഗ്രഹിച്ചു. ബിക്കോസ് കാരണം കുഞ്ഞുമോൻ വിഷ്ഡ് നോട്ട് ഓൺലി ഫോർ ഹിസ് ഓൺ ഹാപ്പിനെസ് ബട്ട് ഫോർ ദ ഹാപ്പിനെസ് ഓഫ് ഓൾ. വിഷ് എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുക, ആശിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഓൺ സ്വന്തം, ഹാപ്പിനെസ് സന്തോഷം. ബിക്കോസ് കുഞ്ഞുമോൻ വിഷ്ഡ് നോട്ട് ഓൺലി ഫോർ ഹിസ് ഓൺ ഹാപ്പിനെസ്. കാരണം കുഞ്ഞുമോൻ സ്വന്തം സന്തോഷം മാത്രമല്ല ആഗ്രഹിച്ചത്, ബട്ട് ഫോർ ദ ഹാപ്പിനെസ് ഓഫ് ഓൾ, മറിച്ച് എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി. ബിക്കോസ് കുഞ്ഞുമോൻ വിഷ്ഡ് നോട്ട് ഓൺലി ഫോർ ഹിസ് ഓൺ ഹാപ്പിനെസ് ബട്ട് ഫോർ ദ ഹാപ്പിനെസ് ഓഫ് ഓൾ. കാരണം കുഞ്ഞുമോൻ തൻ്റെ സന്തോഷം മാത്രം നോക്കാതെ എല്ലാവരുടെയും സന്തോഷം ആഗ്രഹിച്ചു. ദ മാജിക്കൽ ട്രീ ഓൾവേസ് ഹെൽപ്ഡ് ഹിം. ബിക്കോസ് കുഞ്ഞുമോൻ വിഷ്ഡ് നോട്ട് ഓൺലി ഫോർ ഹിസ് ഓൺ ഹാപ്പിനെസ് ബട്ട് ഫോർ ദ ഹാപ്പിനെസ് ഓഫ് ഓൾ. മാന്ത്രിക മരം അവനെ എപ്പോഴും സഹായിച്ചു. കാരണം കുഞ്ഞുമോൻ തൻ്റെ സന്തോഷം മാത്രം നോക്കാതെ എല്ലാവരുടെയും സന്തോഷം ആഗ്രഹിച്ചു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണം തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഏത് രീതിയിലുള്ള സ്റ്റോറിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.